അവധിക്കാലമായി തന്നെ ആഘോഷിക്കണമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിപ്രായം എന്നുള്ള കാര്യം ഞാനിവിടെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവധിക്കാലത്ത് സ്കൂളുകളിൽ സാധാരണ ക്ലാസുകൾ നടത്തുന്ന രീതി അവസാനിപ്പിക്കണം. കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കേന്ദ്ര മന്ത്രി ശ്രീ സുരേഷ് ഗോപി, ഈ വേദിയിലും ശാസ്ത്രമുള്ള മറ്റ് മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, മറ്റ് സുഹൃത്തുക്കളെ, ബഹുമാന്യരെ, സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമായ പൂരങ്ങളുടെയും താളങ്ങളുടെയും നാടായ തൃശ്ശൂരിൽ 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തിരികെയാണ്. 1957 വെറും 200ഓളം പേരിൽ തുടങ്ങിയ ഈ മേള ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കമായി വളർന്നു എന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ കരുത്താണ് തെളിയിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ 2016 ജനുവരി 14 മുതൽ 18 വരെ നീളുന്ന ഈ രാപ്പകലുകൾ കേവലം ഒരു ഉത്സവമല്ല, മറിച്ച് മതനിരപേക്ഷതയുടെയും വൈവിധ്യങ്ങളുടെയും മഹത്തായ ആഘോഷമാണ്. തദ്ദേശീയ കലകളെ കൂടി ഉൾപ്പെടുത്തി ഇത്തവണ കലോത്സവം നാം കൂടുതൽ ജനകീയമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 9.5 വർഷങ്ങൾക്കിടയിൽ 900 കോടി രൂപയുടെ നിക്ഷേപത്തിലൂടെ നമ്മുടെ സ്കൂളുകൾ ഹൈടെക് ആക്കാനും പാഠ്യപദ്ധതി കലാനുഷ്ഠമായി പരിഷ്കരിക്കുവാനും ഗവൺമെന്റ് സാധിച്ചു എന്നത് അഭിമാനകരമാണ്. ഇത്തവണ ഇതൊരു ഉത്തരവാദിത്ത കലോത്സവമായാണ് നാം വിഭാവനം ചെയ്യുന്നത്. പ്ലാസ്റ്റിക് രഹിതവും ജങ്ക് ഫുഡ് മുക്തവുമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു മാതൃകാ മേഖലയായാണ് ഇന്ന് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. പാഠപുസ്തകങ്ങൾക്കപ്പുറം നല്ല മനുഷ്യരായി വളരുവാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കും. വിദ്യാഭ്യാസ മേഖലയിലെ സുപ്രധാനമായ ചില മാറ്റങ്ങൾ ഈ വേദിയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവധിക്കാലമായി തന്നെ ആഘോഷിക്കണമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിപ്രായം എന്നുള്ള കാര്യം ഞാനിവിടെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവധിക്കാലത്ത് സ്കൂളുകളിൽ സാധാരണ ക്ലാസുകൾ നടത്തുന്ന രീതി അവസാനിപ്പിക്കണം. പകരം ഈ സമയം പ്രയോജനപ്പെടുത്തി അടുത്ത വർഷം മുതൽ കുട്ടികൾക്ക് കലാകായിക പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ഘട്ടഘട്ടമായി എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു ഇനത്തിൽ പരിശീലനം നൽകും. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകൾ നിർമ്മിച്ചതുപോലെ സ്കൂളുകളിൽ മൈതാനങ്ങൾ മെച്ചപ്പെടുത്തുവാനും നിർമ്മിക്കുവാനും നടപടിയെടുക്കും. കലാകായിക അധ്യാപകരെ കുറവ് നികത്തും. മുൻ പിൻ ബെഞ്ചുകളിൽ എന്ന വേർതിരിവ് എന്നേക്കുമായി മാറ്റിവെക്കും. പാഠപുസ്തകങ്ങളുടെ ഭാരം കുറയ്ക്കുകയും അക്കാദമികളടക്കം ചോരാതെ തന്നെ 25% പാഠഭാഗങ്ങൾ പുനർനിർണ്ണയിക്കുകയും ചെയ്യും. നിലവിലെ പരീക്ഷ സമ്പ്രദായം കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. ലോകത്തെമ്പാടുമുള്ള മാതൃകകൾ പഠിച്ച് സമ്മർദ്ദം കുറയ്ക്കുന്ന പരീക്ഷാ രീതി നടപ്പിലാക്കും. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ നിലവാരം അളക്കുവാൻ കൂടുതൽ ശാസ്ത്രീയമായ രീതികൾ കൊണ്ടുവരും. SSLC ഫലം പ്രഖ്യാപിക്കുന്നത് പോലെ കലാകായിക അക്കാഡമിക് മത്സരങ്ങളിൽ ഓരോ വിദ്യാലയങ്ങളുടെയും മികവ് പ്രഖ്യാപിക്കുന്ന പദ്ധതി നടപ്പിലാക്കും. വിവിധ വിഷയങ്ങളിൽ മുൻപന്തിയിലെത്തുന്ന സ്കൂളുകൾക്ക് 1, 2, 3 സമ്മാനങ്ങൾ നൽകും. അവർക്ക് ചീഫ് മിനിസ്റ്റേഴ്സ് ഗോൾഡ് കപ്പും 5 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ആ സ്കൂളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ദേശീയ പഠനനേട്ട സർവേയിൽ കേരളം പ്രഥമ ശ്രേണിയിലാണ്. സബ്ജക്ട് മിനിമം വിജയകരമായി നടപ്പിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞു. 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകം പരിഷ്കരണം പൂർത്തിയാക്കി കൃത്യസമയത്ത് വിതരണം ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞു. 9ാം ക്ലാസ് പരീക്ഷയ്ക്ക് മുമ്പേ 10ാം ക്ലാസ്സിലെ പുസ്തകം കുട്ടികളുടെ കൈകളിലെത്തി 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പുസ്തകങ്ങൾ വരും വർഷങ്ങളിൽ പരിഷ്കരിക്കും. കുട്ടികൾ പഠിക്കേണ്ട ചരിത്ര ശാസ്ത്ര ഭാഗങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയപ്പോൾ ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ബദൽ പാഠപുസ്തകം തയ്യാറാക്കി കുട്ടികളെ പഠിപ്പിച്ച ഏക സംസ്ഥാനം കേരളമാണെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അർഹതയുള്ള 1065 കോടി രൂപ കേന്ദ്ര സർക്കാർ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് ലഭിച്ചില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഒരു കുറവും വരാതെ നോക്കുവാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു ഗ്ലാസ് എഴുതിയ വാചകത്തിന് വേണ്ടി ജനശ്രദ്ധ നേടിയിരിക്കുകയാണ്. ലവ് യു ടു ദം മൂൺ ആൻഡ് ബാക്ക്. അത് രസീവമായ സ്നേഹം നിങ്ങളോട് ഓരോരുത്തരോടും
ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. നിങ്ങളാണ് ഈ നാടിൻ്റെ ഭാവി. എല്ലാവിധ വേർതിരിവുകൾക്കും അതീതമായി കലയുടെ ഈ വസന്തോത്സവം നമുക്ക് നെഞ്ചിലേറ്റാൻ മാറ്റുരയ്ക്കുന്ന എല്ലാ പ്രതിഭകൾക്കും എൻ്റെ വിജയ ആശംസ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.